സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. എണ്ണയും ചൂടായി. നമുക്കിതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ കടുകൊന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി സവോള മാത്രം എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് സവോള ആയാൽ നമുക്ക് മധുരം ടേസ്റ്റ് ഉണ്ടാകും. അതല്ലാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ആവശ്യത്തിന് മുളക് പൊടി, എരിവിന് ആവശ്യത്തിന് മതി, വളരെ കുറച്ച് മാത്രം മതി.